പണ്ടൊക്കെ വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു എക്സസൈസ് പോലും അല്ലായിരുന്നു. കാരണം അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ വർക്ക് ഫ്രം ഹോം ലൈഫ് സ്റ്റൈൽ അല്ലായിരുന്നു. അന്നത്തെ ലൈഫ് സ്റ്റൈൽ വാക്കിംഗ് ഒരു എക്സസൈസിനേക്കാളും കൂടുതൽ ഒരു നെസസിറ്റി ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴും അവർ ആവശ്യത്തിന് ഫിറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ എല്ലാവർക്കും ഓവർ വെയ്റ്റും കുടവേറുമാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നമ്മൾ ഇപ്പോഴത്തെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായ വാക്കിംഗ് ഇന്ന് എക്സസൈസായി മാറി. ചിലർ പറയും വാക്കിങ്ങിനെ നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറ്റിയിട്ട് റണ്ണിങ്ങിനെ ഒരു എക്സസൈസായി എടുക്കണമെന്ന്. ഇതൊക്കെ ഉള്ളതാണോ? റണ്ണിങ് ആണോ വാക്കിങ്ങിനേക്കാളും ബെറ്റർ? വാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു ആക്റ്റീവസ്. വാക്കിംഗ് ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും നിങ്ങളുടെ ബോഡി ബെറ്റർ ആക്കാനും ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് നോക്കണമെങ്കിൽ വാക്കിങ്ങും റണ്ണിങ്ങും അതെങ്ങനെയാണ് നിങ്ങളുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്? വാക്കിങ്ങും റണ്ണിങ്ങും നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെങ്കിലും നിങ്ങളുടെ കാലറി ബേണിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നടക്കുമ്പോഴേക്കാളും ഓടുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം കൂടുതൽ കാലറീസ് ബേൺ ആവുന്നത്. വെയിറ്റ് ലോസ് വേണ്ടിയാണെങ്കിൽ ഓടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. പക്ഷേ ചില ആളുകൾക്ക് ഓടുന്നത് വളരെ ചലഞ്ചിങ് ആയിരിക്കും. ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ആയതുകൊണ്ട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ജോയിൻറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ തീരെ പറയേ വേണ്ട. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർക്കും അതിന് മടിയുള്ളവർക്കും ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ വാക്കിംഗ്. വെയിറ്റ് മടിയുള്ളവർ റണ്ണിങ്ങിന് ചെയ്താൽ കേട്ടോ, നിങ്ങളിപ്പോൾ അങ്ങനെ സൂചിക്കണ്ട. സോ ബൈ ദ വേ, വാക്കിങ്ങിന് വേറെ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. റണ്ണിങ്ങിനേക്കാളും വാക്കിംഗ് ഈസി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലോങ്ങർ ഡ്യൂറേഷൻ ചെയ്യാൻ വലിയ പ്രയാസം കാണത്തില്ല. ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും വാക്കിംഗ് ഒരു ലൈറ്റ് എക്സസൈസ് അല്ലേ, അതെങ്ങനെയാണ് റണ്ണിങ് പോലെ വേർതി ആവുന്നത്? പക്ഷെ അങ്ങനെയല്ല. വാക്കിംഗ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് നിങ്ങൾ ആക്കുവാണെങ്കിൽ ബെറ്റർ കാലറി ബേണിങ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നിങ്ങൾ നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഹാൻഡിൽ കുറച്ച് വെയിറ്റ്സ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റിൻ്റെ 10% വെയിറ്റ് ഉള്ള ഒരു ബോഡി വെസ്റ്റ് വെച്ച് വാക്ക് ചെയ്യാം. ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഹാർട്ട് ബീറ്റ്. നമ്മളുടെ ഹാർട്ട് ബീറ്റ് ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോൾ ബോഡി പ്രൈമറി ആയി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സോഴ്സ് ഫാറ്റാണ്. ഓടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് നല്ലോണം ഗെയിൻ ആവും. സോ ബേസിക്കലി നിങ്ങൾക്ക് റണ്ണിങ്ങിലൂടെ ഒരുപാട് ഫാറ്റ് ലൂസ് ചെയ്യാൻ സാധിക്കും. ഇനി വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിസ്ക് വാക്കിംഗ് ട്രൈ ചെയ്യാം. എന്താണ് ബ്രിസ്ക് വാക്കിംഗ്? നല്ല സ്പീഡിൽ കൈകളൊക്കെ വീശി നടക്കുക, അതാണ് ബ്രിസ്ക് വാക്കിംഗ്. ആംഗിൾ വെയ്റ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ബ്രിസ്ക് വാക്ക് ചെയ്താൽ റണ്ണിങ് പോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടി ഫാറ്റ് ബേൺ ആവും. പക്ഷേ ഇതൊക്കെ ചെയ്താൽ ഫാറ്റ് ലോസ് ആവുന്ന ആരും വിചാരിക്കേണ്ട. ഈ ചെയ്യുന്ന എല്ലാത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാലറി ഇൻടേക്കും കുറയ്ക്കണം. എക്സസൈസും ചെയ്ത് ഇതിൻ്റെ കൂടെ വലിച്ചുവാരി ഫുഡും കഴിച്ചാൽ ഇതെല്ലാം വേസ്റ്റാണ്. നിങ്ങളുടെ കാലറി ഇൻടേക്കിൽ ഒരു ലിമിറ്റ് വയ്ക്കുക. നിങ്ങൾ ആകെ ബേൺ ചെയ്യുന്ന ഒരു 100-200 കാലറിയാണ് നിങ്ങൾ അരമണിക്കൂർ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആവും. ഇനി വാക്കിങ്ങും റണ്ണിങ്ങും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ആക്കുന്നു നോക്കാം. കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വാക്കിങ്ങും റണ്ണിങ്ങും നിങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എന്നും പറഞ്ഞ് ഈ അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്നോട്ട് ചെയ്യാം. ബിക്കോസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ മെഡിക്കേഷൻ. പിന്നെ വാക്കിങ്ങും റണ്ണിങ്ങും ഒക്കെ വെയിറ്റ് ബെയറിങ് എക്സസൈസ് ആണ്. ഇത് നിങ്ങളുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. പക്ഷേ എല്ലാവർക്കും ഓടാൻ പറ്റണമെന്നില്ലല്ലോ. ആർത്രൈറ്റിസ്, നീ പെയിൻ, ഓസ്റ്റിയോപൊറോസിസ് ഇതൊക്കെ ഉള്ളവർക്ക് വാക്കിംഗ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളെ ജോയിൻറ്റ്സ് നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളിഡ് കുഷൻസ് ഉള്ള ജോഗിങ് ഷൂസ് യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ ജോഗിങ് ചെയ്യുമ്പോഴും വാക്കിംഗ് ചെയ്യുമ്പോഴും ദയവ് ചെയ്ത് ചെരുപ്പിട്ട് പോകരുത്. പ്രോപ്പർ ഷൂസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വാക്കിങ്ങും റണ്ണിങ്ങും ഇമ്പ്രൂവ് ചെയ്യും. ആങ്സൈറ്റി, ഡിപ്രഷൻ ഉള്ളവരൊക്കെ വാക്കിങ്ങും റണ്ണിങ്ങും ചെയ്യുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമെന്ന് പല റിസർച്ചും പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ചോയ്സാണ് വാക്കിംഗ് വേണോ റണ്ണിങ് വേണോ എന്നുള്ളത്. വാക്കിംഗ് ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കിയാൽ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ വരാനുള്ള ചാൻസ് കുറയും. ലാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻറ്റും സൂട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുക. അതിലാണ് കാര്യമിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാക്കിംഗ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹാബിറ്റാണ്. റണ്ണിങ് നല്ലൊരു എക്സസൈസുമാണ്. ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ബോത്ത് ഇൻ യർ ലൈഫ് സ്റ്റൈൽ. ഒന്നും ചെയ്തിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. നിങ്ങളുടെ ഫിറ്റ്നസും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആക്കുന്ന കൂടെ തന്നെ ഞാൻ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ മേക്ക് എ വീഡിയോ ഫോർ യു. ബൈ ഗൈസ്.